എൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോണത്. എനിക്കെല്ലാം അറിയാം. എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയും? ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി അവരിൽ നിന്ന് ഒരകലം പാലിച്ച് നിന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അവർ കുഴിച്ച കുഴിയിൽ അവർ തന്നെ വീഴുകയും ചെയ്യും. കൂടെ നിങ്ങളെയും അവർ വീഴ്ത്തും. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ 10 ലക്ഷണങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രതികരിക്കുക വിട്ടുകളയേണ്ടതായിരിക്കും. എന്നാൽ പോലും അമിതമായി പ്രാധാന്യം കൊടുക്കും. മെസ്സേജിന് റിപ്ലൈ വരാൻ വൈകിയാൽ, കോൾ അറ്റൻഡ് ചെയ്യാൻ ലേറ്റായാൽ, അറിയാതെ കൈത്തട്ടി വെള്ളം താഴെ പോയാൽ, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിന് ലൈക്ക് ചെയ്യാതിരുന്നാൽ, ഇവരെ ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്താൽ, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും വലുതാക്കി അത് വലിയൊരു പ്രശ്നമാക്കി മാറ്റും ഇവർ. അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഒരു തീരുമാനവും സ്ഥിരമായിരിക്കില്ല. ഇന്ന് എന്താണോ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നാളെ പറയുന്നത്. ഇവർ ഒട്ടും ആത്മവിശ്വാസമില്ലാത്തവരായിരിക്കും. ഇവരൊരിക്കലും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറില്ല. എന്ന് മാത്രമല്ല, താൻ ചെയ്ത തെറ്റിനെ ഇവരൊരിക്കലും അംഗീകരിക്കാറില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് ആ കുറ്റം മറ്റുള്ളവരിലേക്ക് ചുമത്തുകയോ ആ തെറ്റ് മറ്റാരുടെയെങ്കിലും മേൽ സ്ഥാപിക്കുകയോ ഇവർ ചെയ്യും. താൻ ചെയ്യുന്ന എല്ലാ തെറ്റിനും ഇവരുടെ കയ്യിൽ ന്യായീകരണങ്ങളുണ്ട്. സത്യത്തിനെ വളച്ചൊടിച്ച് അതിനെ അവർക്ക് ഫേവറാക്കി മാറ്റാനുള്ള ഒരുതരം പ്രത്യേക കഴിവും ഇവർക്കുണ്ട്. വിവേകത്തേക്കാൾ വികാരത്തോട് ചിന്തിക്കുന്നവർ. വേണമെങ്കിൽ ഇവരൊരു വികാരജീവിയാണെന്ന് പറയാം. യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ. ഒരു വ്യക്തിയെ അവർക്കിഷ്ടമില്ലെങ്കിൽ അവർ പറയുന്നതൊന്നിനും ഇവർ വാല്യൂ കൊടുക്കാറില്ല. അത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും അവരതിനെ പുച്ഛിച്ച് തള്ളും. തനിക്ക് തോന്നുന്നത് എന്താണോ അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. ഇതാണ് ഇവരുടെ മനോഭാവം. യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ ഊഹാപോഹങ്ങൾക്കാണ് ഇവർ സ്ഥാനം കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതങ്ങൾ പലതും യഥാർത്ഥ ജീവിതത്തിലെ പ്രതീക്ഷകളാക്കി മാറ്റി സ്വന്തം ജീവിതത്തിൽ താരതമ്യം ചെയ്ത് സ്വയം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് ഇവർ. എഡിറ്റ് ചെയ്തും ഫിൽട്ടർ ചെയ്തും തങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന കാഴ്ചകൾ യാഥാർത്ഥ്യമാണെന്ന് ഇവർ വിശ്വസിക്കും. ഇവരെപ്പോഴും തങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവർ ആസ്വദിക്കുന്നതെല്ലാം തനിക്കും വേണം എന്ന വാശിയുള്ളവർ. സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം റീലാണ്, റിയൽ അല്ല എന്ന് ഇവരൊരിക്കലും അംഗീകരിക്കില്ല. വ്യക്തമായി സംസാരിക്കാതെ പരോക്ഷമായ സൂചനകൾ നൽകി മറ്റുള്ളവർ തൻ്റെ മനസ്സ് വായിക്കണം എന്നതാണ് ഇവരുടെ ഒരു മൈൻഡ് സെറ്റ്. പക്വതയില്ലാത്ത ആശയവിനിമയ രീതിയാണ് ഇവരുടേത്. നമ്മൾ അവരുടെ മനസ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരോട് പെരുമാറണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന അനന്തരഫലങ്ങൾ ആലോചിക്കാതെ തൽക്കാലത്തെ സന്തോഷത്തിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി എന്ന നിലപാടുള്ളവരാണ് ഇവർ. തൻ്റെ തീരുമാനങ്ങൾ തൻ്റെയും തൻ്റെ ഫാമിലിയുടെയും ഭാവിയെ ബാധിക്കും എന്ന് ഇവർ ചിന്തിക്കാറില്ല. ഇന്ന് അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് നാളെ അവരുടെ ജീവിതം തീരുമാനിക്കുന്നതെന്ന തിരിച്ചറിവില്ലാത്തവർ. തങ്ങളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും മുന്നിൽ നോ പറയാൻ കഴിയാത്തവർ. വ്യക്തിപരമായ കാര്യങ്ങൾ പോലും അധികം അടുപ്പമില്ലാത്തവരുമായി ഇവർ പങ്കുവയ്ക്കും. സ്വന്തമായി അഭിപ്രായങ്ങളില്ലാത്തവർ. എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ. ചെറിയ ഫീഡ്ബാക്ക് പോലും പേഴ്സണൽ അറ്റാക്കായിട്ടേ ഇവർക്ക് തോന്നും. മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് ചെറിയ കുറ്റം പറഞ്ഞാൽ പോലും അത് ഉൾക്കൊള്ളാനുള്ള മാനസിക ശേഷി ഇവർക്കില്ല. നോർമലായി മറ്റുള്ളവരുടെ വേർഡ്സ്, ബിഹേവിയർ, ടോൺ ഇതെല്ലാം ഇവർ പേഴ്സണലായി എടുക്കും. തൻ്റെ സ്ട്രെങ്ത് എന്താണെന്നോ വീക്ക്നെസ് എന്താണെന്നോ ഇവരൊരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല.
തങ്ങളുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാത്തവർ. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും അവരാ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതായിരുന്നു ആ തെറ്റ് എന്ന് മനസ്സിലാക്കാൻ നിൽക്കാതെ അതിനെ അവോയ്ഡ് ചെയ്യും. ഇംപ്രൂവ്മെൻറ്റ്, ലേണിംഗ്, ചേഞ്ച് ഇതിനൊന്നും ഇവരുടെ മൈൻഡ് പ്രയോറിറ്റി കൊടുക്കാറില്ല. എത്ര അടുത്ത ബന്ധമുള്ളവരാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിലും ഇങ്ങനെയുള്ളവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുക. അവരുടെ വാക്കും പ്രവൃത്തിയും അവരെക്കാൾ കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളെയായിരിക്കും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ആരെയും ഇൻസൾട്ട് ചെയ്യുന്നതിനോ വേദനിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ളതല്ല. സൈക്കോളജിയും കോമൺ ബിഹേവിയർ പാറ്റേൺസും അടിസ്ഥാനമാക്കിയുള്ള ജനറൽ ഇൻഫർമേഷൻസ് മാത്രമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.